ക്യാൻസർ രോഗബാധിതയ്ക്ക് നേരെ മോഷ്ടാവിന്റെ ക്രൂരത. ചികിത്സയ്ക്ക് വേണ്ടി നാട്ടുകാർ സമാഹരിച്ച് നൽകിയ 16,000 രൂപ കവർന്നു. ഇടുക്കി അടിമാലി സ്വദേശിയായ ഉഷയെ കട്ടിലിൽ കെട്ടിയിട്ട് വായിൽ തുണി തിരുകിയാണ് പണം അപഹരിച്ചത്. ഇന്നലെ കീമോ കഴിഞ്ഞിട്ട് വന്നേ, രാവിലെ പോയി കഴിഞ്ഞിട്ട് ഇവിടെ കിടക്കുമായിരുന്നു. മയങ്ങി പോവുക. അന്നേരം ഈ വാഴ ഇറന്നിട്ട് തോർത്ത് മൊത്തം കയറ്റി വെച്ചു. ശരീരത്തിന് തന്നെ ശേഷിയില്ല. അത് തുറന്ന് മൊത്തം കയറ്റി വെച്ചില്ല. ആ മുണ്ടെടുത്തിട്ട് തലയിലൊന്ന് കെട്ടി. അവിടെ കെട്ടി കഴിഞ്ഞ് പൈസ തരാൻ പറഞ്ഞു. പൈസ ഇവിടെ ഇല്ലെന്ന് ഇങ്ങനെ കൈകൊണ്ട് ഞാൻ കാണിച്ചു. അപ്പൊ പൈസ തരാൻ പറഞ്ഞു. ഞാൻ പിന്നെ ഇല്ലെന്ന് കാണിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ കട്ടിലിന്ന് വലിച്ച് ഇങ്ങോട്ട് അടിച്ചു നിട്ടിട്ട് ഈ കട്ടിലിൽ കെട്ടിയിട്ടു. ഈ തുണി കിട്ടിയിട്ടു. കൊന്നു കളിയോളെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു സാരിയുടെ മേലിൽ അലമാരിയിൽ ഇരിപ്പുണ്ട്, എടുത്തോളാൻ പറഞ്ഞു. ചികിത്സിക്കാൻ മാറുമല്ലോ, മരണത്തിന്റെ വക്കിലെത്തിയ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് തീരുമാനിച്ചു. പഞ്ചായത്ത് മെമ്പർമാരും നാട്ടുകാരെല്ലാം കൂടി ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ നിന്ന് പൈസ സമാഹരിച്ച് ചികിത്സയ്ക്ക് ആവശ്യമായ പൈസ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ അവസരത്തിലാണ് ഇപ്പോൾ ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുള്ളത്. വലിയ ദയനീയമായ അവസ്ഥയാണുള്ളത്. ജീവിക്കുന്ന മാർഗമില്ല. 2 പെൺകുട്ടികളാണ്, രോഗിയെ ഭർത്താവ്, അവർ ചെയ്തതെന്ന് കൂലിവേല ചെയ്തിട്ട് വേണം ജീവിക്കാൻ. അത്ര മോശമായ സാഹചര്യത്തിലുള്ള ഈ ജീവിക്കുന്ന അവരോട് ഇത്ര ക്രൂരമായ സമീപനം സ്വീകരിച്ചത്. ഇന്ന് ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ അവർ കീമോ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ കീമോയ്ക്ക് പോയിട്ട് വന്നതിൻ്റെ വളരെ സ്വല്പം പൈസ കയ്യിലുണ്ടായിരുന്നു. കീമോയ്ക്ക് പോയിട്ട് വന്നാലും മിക്ക ദിവസങ്ങളിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. മോണിസ്റ്റാർ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ അവിടെ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇത് അതിദാരുണമായ ഇങ്ങനൊരു സംഭവം, മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കാല് 2 കെട്ടിയിട്ടുണ്ട്, വായിൽ തുണി ഇരിപ്പുണ്ട്, തലയിലൊരു തുണി മൂടിയിട്ടിട്ടുണ്ട്, കൈയും കെട്ടി പുറകോട്ട് കെട്ടിയിട്ടുണ്ട്, വയറിന് വട്ടം കെട്ടിയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് ചേച്ചിനെ കാണുന്നത്. ജെയിനസ് രാജുവാണ് വിവരങ്ങളുമായി ചെയ്തത്. ജെയിൻ, കേൾക്കുമ്പോൾ തന്നെ ഞെട്ടലുണ്ടാക്കുന്ന ഇത്രയും ഒരു ക്രൂരത അവരോട് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? മോഷ്ടാവാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ക്രൂരത അത് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. 16,000 രൂപയ്ക്ക് വേണ്ടി കെട്ടിയിടുന്നു, വായിൽ തുണി തിരുകി, അതിനുശേഷം ഈ പണം കവർന്ന് രക്ഷപ്പെടുകയാണ്. മോഷ്ടാവ് ആരാണ് എന്നതിൽ പോലീസിന് എന്തെങ്കിലും സൂചനയുണ്ടോ? നാട്ടുകാർക്ക് എന്തെങ്കിലും സൂചനയുണ്ടോ? രതീഷ്, ഈ മോഷണം എന്നതിലപ്പുറം അവരുടെ ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ആ കുടുംബം ജീവിക്കുന്നത് തന്നെ സുമനസ്സുകളുടെ സഹായം കൊണ്ട് മാത്രമാണ്. അവർ നേരത്തെ ഒരു ഇടുങ്ങിയ മുറിയിലാണ് കഴിഞ്ഞിരുന്നത്. ക്യാൻസർ രോഗബാധിതയായിട്ടും അവർ ഒറ്റ മുറിയിൽ ഇടുങ്ങിയ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. അവിടെ നിന്ന് ഒരു സന്നദ്ധ സംഘടന വാടകയ്ക്ക് എടുത്തു കൊടുത്ത ഒരു കെട്ടിടത്തിലേക്ക് അവർ മാറുകയാണ് ചെയ്തത്. അതിനുശേഷം അവർ ഈ ഉഷയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ആ പ്രദേശത്തുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ ചേർന്നുള്ള ഒരു സമിതി രൂപീകരിക്കുകയും അവർ അടിമാലി ടൗണിലും മറ്റും ബക്കറ്റ് പിരിവ് നടത്തുകയും ഗാനമേള നടത്തുകയും ഒക്കെ ചെയ്ത് സമാഹരിച്ച പണം കൊണ്ടാണ് ഇവരുടെ ചികിത്സ തന്നെ മുന്നോട്ട് പോയിരുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരാളാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകവും ഏറ്റവും ക്രൂരവുമായിട്ടുള്ള ഒരു കാര്യം. ഈ സ്ത്രീയുടെ സാഹചര്യവും ഈ കുടുംബത്തിൻ്റെ പശ്ചാത്തലവും ഒക്കെ മനസ്സിലാക്കി ആസൂത്രിതമായി നടത്തിയ ഒരു കവർച്ചയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട്, കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഒരാൾ അവിടെ വന്നിരുന്നു. അയാൾ വന്നിട്ട് ഇവരെ സംബോധന ചെയ്യുകയും എവിടെ നിന്ന് പണമൊക്കെ എവിടെയാണ് സൂക്ഷിക്കുന്നത്, ബാങ്ക് അക്കൗണ്ടിലാണോ സൂക്ഷിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. അതിനുശേഷം ചേച്ചിയെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് പോയ ആളാണ്. അയാളാണ് ഈ മോഷണം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരും ഈ കുടുംബവും സംശയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ ആസൂത്രിതമായി മനസാക്ഷിയില്ലാതെ നടത്തിയ ഒരു കവർച്ച എന്ന രീതിയിൽ വേണം നമുക്ക് ഇതിനെ കണക്കിലെടുക്കാൻ. ഒരു അസാധാരണമായിട്ടുള്ളൊരു സംഭവമാണ്. യാതൊരു നിവൃത്തിയുമില്ലാതെ മറ്റുള്ള ആളുകളുടെ സഹായം കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ആളുകളെ പോലും മോഷ്ടിക്കുക അല്ലെങ്കിൽ അവരെ പോലും കവർച്ച ചെയ്യുക എന്ന തരത്തിലേക്ക് ആളുകൾ മാറിയിരിക്കൂ, അല്ലെങ്കിൽ അങ്ങനെ മാറിയ ഒരാളാണ് ഈ മോഷണത്തിന് പിന്നിൽ എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ സമൂഹത്തിലൂടെ ഇറങ്ങി നടക്കുന്നത് ഈ സമൂഹത്തിലെ മറ്റുള്ളവർക്ക് കൂടി ഭീഷണിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ ആളെ കണ്ടെത്താനോ തിരിച്ചറിയാനോ കഴിഞ്ഞിട്ടില്ല. ഈ സംഭവം ഉണ്ടാകുന്ന സമയത്തും അതിനു മുമ്പ് ചിലരെ സംബന്ധിച്ചൊക്കെ സംശയങ്ങളുണ്ട്. പക്ഷേ ആര് തന്നെയായാലും നമ്മൾ പറയാറുണ്ട്, ഈ മോഷണം മുതൽ ഉപയോഗിച്ചാൽ ഒരിക്കലും ഗതി പിടിക്കില്ല. പക്ഷെ ഇവിടുത്തെ സാഹചര്യം പരിതാപകരമാണ്. അവർക്കേ ദുരവസ്ഥയാണ്. നാട്ടുകാരുടെ സഹായം കൊണ്ട്, സുമനസ്സുകളുടെ സഹായം കൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്, രോഗബാധിതയാണ്. അവരെ ദ്രോഹിച്ചാണ് ആ പണം സമാഹരിച്ചിരിക്കുന്നത്.